തെരഞ്ഞെടുപ്പ് ഇപ്പ കയ്യൂട്ടാ, നമ്മളെ നാളിൻ കാണണ്ടാട്ടാ. പലരും കണ്ട മുണ്ടിടില്ലട്ടാ, നമ്മള് കൂടെ പിറപ്പാട്ടാ. ഇങ്ങക്കൂണ്ട് പാട്ടി ഞമ്മക്കൂണ്ട് പാട്ടി, സൗഹൃദം കഴിഞ്ഞുള്ള പാർട്ടി മതി. ഇങ്ങക്കൂണ്ട് പാർട്ടി ഞമ്മക്കൂണ്ട് പാർട്ടി, സൗഹൃദം കഴിഞ്ഞുള്ള പാർട്ടി മതി. തെരഞ്ഞെടുപ്പ് കയ്യൂട്ടാ, നമ്മളെ നാളെ കാണണ്ടാട്ടാ. പലരും കണ്ട മുണ്ടിടില്ലട്ടാ, നമ്മള് കൂടെ പിറപ്പാട്ടാ. വീട് വിട്ടുകളയരുത്. ഇത്തവണയും നമുക്ക് തന്നെ ജയിക്കണം. ഈ സ്ഥലമൊക്കെ നമ്മുടെ വാർഡിൽപ്പെട്ടതാണോടാവേ? അപ്പൊ മെമ്പറിന് ഇതൊന്നും ഓർമ്മല്ലേ? കഴിഞ്ഞ ഇലക്ഷന് ഈ മലയുടെ ചോട്ടിൽ വന്നിട്ട് പോസ് ചെയ്ത് ഫോട്ടോ എടുത്തൊന്നും ഓർമ്മല്ല? എനിക്ക് അത്ര അങ്ങോട്ട് ഓർമ്മ വരുന്നില്ലല്ലോ ടോമേ. ആ വീട്ടിൽ എത്ര വോട്ടുണ്ടെന്നാ പറഞ്ഞേ? മൊത്തം 10 വോട്ടുണ്ട്. 10 വോട്ടോ? ആ, എന്നാ പിന്നെ കുന്നും മലയൊന്നും നോക്കണ്ട. അവന്മാരൊക്കെ എത്തുന്നതിന് മുമ്പേ നമുക്കങ്ങോട്ട് എത്താൻ നോക്കാം. ആ ഫോട്ടോഗ്രാഫറെ കൂടെ വിളിക്കാൻ മേലായിരുന്നോളൂ. അയാൾക്കിപ്പം ഭയങ്കര ഡിമാൻഡാ. ഇല്ലാത്ത വികസനവും പറഞ്ഞ് വോട്ട് പെട്ടിയിലാക്കാൻ വേണ്ടി എല്ലാവരും കച്ചട്ടി ഇറങ്ങിയിരിക്കുക. എത്തിയല്ലോ, ഇതാ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ മെയിൻ ആള്. സാറേ, സുഖം തന്നെ അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ആരാ? മനസ്സിലായില്ല. സാറിന് എന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഞാൻ ഈ വാർഡിലെ മെമ്പറല്ലേ മാഷേ? ആണോ? ആ, എന്നാ വാ, കേറിയിരിക്കാം. ഓ, കയറാനൊന്നും നേരമില്ല. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? എന്താ മെമ്പറേ, നിങ്ങൾക്ക് എന്റെ സൗന്ദര്യം പിടിച്ചില്ലേ? അതുകൊണ്ടൊന്നല്ല സാറേ, എല്ലാരോടും ഒന്ന് മുണ്ടിയും പറഞ്ഞും കൊണ്ടൊക്കെ ഇരിക്കാന്ന് വിചാരിച്ചോണ്ടാ. അങ്ങനെയാണോ? എങ്കിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ? ആ, ചോദിച്ചോളൂ. സാറിന് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം. മെമ്പറെ, ഞാൻ ഏത് സ്കൂളിലാ പഠിപ്പിച്ചത്? അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. സാറിനെ കണ്ടപ്പോ ഒരു ബഹുമാനം കാണിച്ചതല്ലേ? എങ്ങനെ? അങ്ങനെ. ആ, അത് തന്നെ. ഓഹോ, ബഹുമാനം എനിക്കിഷ്ടമാണ്. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല. സാറേ, വോട്ട് ലിസ്റ്റ് പ്രകാരം ഈ വീട്ടിൽ നിന്ന് 10 വോട്ടാ. കഴിഞ്ഞ ഇലക്ഷന് ആ വോട്ട് കൊണ്ടാ ഈ മെമ്പർ ജയിച്ചത്. എങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? സാറൊന്നും മറുത്ത് പറയണ്ട. ഇവിടുത്തെ 10 വോട്ടും എനിക്ക് തന്നെ വേണം. ഞാൻ ആ യൂട്യൂബറെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. നമുക്കൊരു റീൽസ് ഒക്കെ എടുത്തിട്ട് കളർഫുൾ ആക്കണം. അത് കഴിഞ്ഞാ പിന്നെ സാർ ആരാ? ആരാ? ഒന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളൻ. പിന്നെ സാറല്ലേ ഈ നാട്ടിലെ സൂപ്പർ സ്റ്റാർ. ആളുകളൊക്കെ സാറിനെ കാണുമ്പം എണീറ്റ് നിൽക്കും, സല്യൂട്ട് തരും. കേൾക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. ദേ നോക്കിയാ, കണ്ട കുളിരെന്റെ കൈ കൂടെ കേറി വരുന്നത് കണ്ടോ? എവിടെ പോയി ആ ട്യൂബ് കച്ചവടക്കാരൻ? ഈ സാറിന്റെ ഒരു തമാശ. അയ്യോ സോറി, ട്യൂബ് കച്ചവടക്കാരനല്ല, യൂട്യൂബർ. ഒന്ന് പറഞ്ഞോക്കെ, യൂട്യൂബർ. അത് ഞാൻ പറയൂല. തിരിച്ച് നാണോ? ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരാട്ടാ. എത്തിയല്ലോ താരം. Hello, how are you? Fine. Okay.
എനിക്കിപ്പോ തീരെ സമയം കിട്ടുന്നില്ല. എല്ലാ പാർട്ടിക്കാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ തരുന്നേക്കാ കൂടുതൽ പണം ഞാൻ തരും. താനങ്ങോട്ട് പൊലിപ്പിച്ചേച്ചാ മതി. അത് ഞാൻ ഏറ്റു. വേഗം ചെയ്തു തീർത്താൽ എനിക്ക് പോകാമായിരുന്നു. ഇത് കഴിഞ്ഞ് 5 മെമ്പർമാർ കൂടി ഇനി ചെയ്തു തീർക്കാനുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ഓരോ റീൽസിനും 5000 രൂപ ഇത് എനിക്ക് തരേണ്ടി വരും. സമ്മതമാണോ? അതിത്തിരി കൂടുതലല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ? അതൊന്നും പറ്റില്ല. വേണ്ടെങ്കിൽ ഞാനങ്ങ് പോവാണ്. അങ്ങനെ പോകാതെ 5 ഞാൻ തന്നേക്കാം. മറ്റുള്ളവർക്ക് ചെയ്യുന്നേക്കാ കൂടുതൽ ഭംഗിയായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കണം. ഓക്കെ, കാര്യം ഞാൻ ഏറ്റു. അയാളെ വിളിക്ക്. എവിടെ പോയി? സാറേ, സാറേ, ഞാൻ എത്തിട്ടോ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ? സൂപ്പർ അല്ലേ? സൂപ്പർ സ്റ്റാറുകൾ മാറി നിൽക്കൂടാ മോനെ, അടിപൊളിയായിട്ടുണ്ട്. താങ്കൾ ഇങ്ങോട്ട് വാ. സ്ഥാനാർത്ഥി ഇവിടെ എന്നാലേ ഒരു ഇതുണ്ടാവുള്ളൂ. എന്താ പറയണമെന്നറിയാമോ? നമ്മുടെ എല്ലാം സ്ഥാനാർത്ഥിയായ ഈ നാടിൻ്റെ പൊന്നോമന പുത്രൻ ജെയിംസ് ഏട്ടനെ മാല ചിഹ്നത്തില് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. നമ്മുടെ സ്ഥാനാർത്ഥി ജെയിംസ് ഏട്ടൻ കീ ജെ. ഇങ്ങനെ വേണം പറയാൻ, മനസ്സിലായോ? ഇതിൽ സൂപ്പറായിട്ട് ഞാൻ പറയും. പിന്നെ ഞാൻ എൻ്റെ ശൈലിയിലാണ് പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, അങ്ങ് പറഞ്ഞോ. ആരുടെ ശബ്ദത്തിൽ പറയണം? മമ്മൂട്ടി, മോഹൻലാൽ? താങ്കൾ ഇത്ര കഴിവുള്ള ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എൻ്റെ ഇഷ്ടതാരം മമ്മൂക്ക തന്നെയാണ്. ഇക്കടെ സൗണ്ട് തന്നെ അങ്ങോട്ട് ആദ്യത്തെ ആയിക്കോട്ടെ. 1 മിനിറ്റ് ബാക്കിലേക്ക് ഒന്ന് നടന്നേ. സ്ഥാനാർത്ഥി ഒന്നും വന്നേ. നിക്ക്. അങ്ങനൊന്നുമില്ല, എനിക്ക് സമയങ്ങളില്ല. എത്രയും പെട്ടെന്ന് പോകണ്ടല്ലേ? നിങ്ങൾക്ക് അറിയാവുന്നില്ല എന്റെ തിരക്ക്. ഈ കൂടുതൽ തന്നെ ഇതെല്ലാം തീർന്നു വേണം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ. അടുത്ത സ്ഥാനാർത്ഥി അവിടെ വെയിറ്റിംഗിലാണ്. ജെയിംസിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ജീവിതത്തിൽ ജെയിംസിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പല വട്ടം. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണം. ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം ജെയിംസ് ആരാണെന്ന് അറിയണം. ജെയിംസ് ആരാണെന്ന് അറിയണമെങ്കിൽ ഈ വർഷം പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന ജെയിംസിന് മാലച്ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം. അതിന് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ജെയിംസ് അണ്ണക്ക് ജയ്. സൂപ്പറായിട്ടുണ്ടോ മോനെ, സൂപ്പറായിട്ടുണ്ട്. ഇനി ആ ലാലേട്ടൻ്റെ ഇവിടെ പോരട്ടെ. ഇങ്ങനെയാണെങ്കിലേ നമുക്ക് 2 റീൽ അങ്ങോട്ട് എടുത്താലോ? പിന്നല്ലാതെ എന്തിനാ പണം മുടക്കാതിരിക്കുന്നത്? 2 റീൽസ് എല്ലാം ആയിക്കോട്ടെ. നമ്മുടെ ഈ പഞ്ചായത്ത് മാത്രമല്ല, ഈ സംസ്ഥാനം മുഴുവൻ ഈ വാക്ക് കേൾക്കാൻ കാതോർത്തിരിക്കട്ടെ. എന്താണോ എന്താവാത്തെ? സന്ധ്യക്ക് ദീപം കൊളുത്തി രാമനാമം ജപിച്ച് കൂടേണ്ട സമയമായി ശേഖര. അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടുകൾ കൊള്ളേണ്ടടുത്ത് കൊള്ളാനും ജയിപ്പിക്കേണ്ടവരെ ജയിപ്പിക്കാനും സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് പോമോനെ ദിനേശ, നാളെ രാവിലെ ഇയാളുടെ നെഞ്ചത്ത് ബാലചിത്രത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം. ഇത് ഏട്ടന്റെ വാക്കാ, നിങ്ങളുടെ സ്വന്തം ലാലേട്ടന്റെ. ഇത് കലക്കി. ഇതൊരു 1.5 പൊളി അങ്ങോട്ട് പൊളിക്കും. എന്നാ ഞാൻ ഇറങ്ങുവാണ്. അടുത്ത സ്ഥാനാർത്ഥി അവിടെ വെയിറ്റിംഗിലാണ്. ഞാൻ നിങ്ങളോട് എപ്പോൾ പറഞ്ഞിട്ട് പോകുന്നു. ഓക്കേ. വീട്ടാളില്ലേ? അന്ന് വഴിയൊന്ന് കാണിച്ചെന്നേ. കാട്ടുകൂടിയാണല്ലോ പോണത്. ആരെ ഈ വഴിയൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെ ഇതിലേക്ക് നടക്കുക മനുഷ്യന്മാര്? എങ്ങടാ ചങ്ങായിമാരെ ആ കാടിന്റെ ഉള്ളിൽ കൂടി പോണത്? ഇങ്ങോട്ട് പേര് ഇത് തന്നെയാണ് വഴി. ഞാൻ അപ്പളേ പറഞ്ഞല്ലേ മാമാരെ, ഇതാണ് വഴിയെന്ന്. എന്റെ കൂടെ വാ, ഞാൻ വീഡിയോ കാണിച്ചുതരാം. അതാ നിൽക്കുന്നു നമ്മുടെ മെമ്പർ, മാല മെമ്പർ. വരൂ. ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ടല്ലോ. എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? നമ്മൾ ആദ്യം 10 പേരിലൊരു വീട്ടിലേക്കല്ലേ പോകാൻ തീരുമാനിച്ചത്. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ എന്തിനാ ഈ വീട്ടിലേക്ക് വന്നത്? വീട് മാറിപ്പോയോ? അപ്പൊ പിന്നെ ഇതാരുടെ വീടാ? ഇങ്ങോട്ടൊന്ന് വന്നേ, പറയാം. ഇങ്ങോട്ട് ആരും വരാറില്ല. അതെന്താ? ഇവിടെ ആർക്കും വോട്ടില്ലേ? ഇവിടെയുള്ള ആൾക്കേ
വോട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഭ്രാന്തിന്റെ കുറച്ച് കുഴപ്പമുണ്ട്. ആണോ? കണ്ടാ പറയില്ല കേട്ടോ, എത്ര വൃത്തിയിലായാണ് നടക്കുന്നത്. നിങ്ങളെ കയ്യിൽ നിന്ന് പണം വല്ലതും ചോദിച്ചിരുന്നോ? ഇല്ലല്ലോ. ഭാഗ്യം, അയാൾ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുന്നേ നമുക്ക് തടിയെടുക്കാം. എല്ലാവരും എന്നാത്തിന് അവിടെ തന്നെ നിൽക്കുന്നേ, ഇങ്ങോട്ട് കയറി വന്നേ. ആ അത് വേണോ? അയാൾ അതിൽ വല്ല സൂപ്പ് പൊടിയും കലക്കിയിട്ടുണ്ടാവും. എങ്കിൽ പണി പാളിയത് തന്നെ. എന്തെങ്കിലും സൂത്രം പറഞ്ഞ് തടി തപ്പാം. ഞങ്ങളെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ടാ വന്നത്. അത് കുഴപ്പമില്ലെന്നേ, ഇത് ഞാനുണ്ടാക്കിയ ചായ കുടിച്ചേച്ച് പോയേച്ചാ മതി. അതെ, കുടിച്ചിട്ട് പോകണട്ടോ നല്ലത്, അല്ലെങ്കിൽ അയാൾ നമ്മുടെ തലയിൽ കൂടി ഒഴിക്കും. അത് ആദ്യം നിങ്ങളൊക്കെ കുടിക്കേ, എന്നിട്ട് ഞാൻ കുടിക്കാം. എന്നാ ആദ്യം മെമ്പർ തന്നെ കുടിക്കേ. ഇങ്ങോട്ട് വാ. എനിക്ക് നിർബന്ധമൊന്നുമില്ല, എന്നാലും നിങ്ങളുടെയൊക്കെ സന്തോഷത്തിനായിക്കോട്ടെ. ഇങ്ങോട്ട് കുടിക്കുക മെമ്പറെ, ധൈര്യമായി കുടിച്ചോളൂ. നിങ്ങളൊക്കെ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. നിങ്ങൾക്ക് ദോഷകരമായതൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ നിങ്ങൾ ഇത്ര നേരം പുറത്തുനിന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടായിരുന്നു. എനിക്ക് മെൻ്റലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അത് പിന്നെ മെമ്പർ ആ ചായ അങ്ങ് കുടിച്ചേ. എന്നാ നിങ്ങളും കുടിക്കേ. ഇനി ഞാനൊരു സത്യം പറയാം. പറ ജോസേ, എന്തായാലും പറ. ജീവിതം ഇങ്ങനെയൊക്കെയാ സാറേ, അത് നമ്മളെങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും. പണ്ട് അമ്മമാർ അമ്പിളിമാമനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന പോലെ, പിണങ്ങിയാൽ ഓടി വന്നെടുത്ത് അമ്പിളിമാമനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ് അമ്മമാർ കളിപ്പിക്കുന്ന പോലെ ജീവിതം നമ്മളെങ്ങനെ പന്താടിക്കൊണ്ടേയിരിക്കും. കുടുംബജീവിതത്തിൽ വഴിവിട്ട ബന്ധത്തിന് ഭാര്യയെ ശാസിച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. സാറിനറിയോ, 8ലും 10ലും പഠിക്കുന്ന 2 കുട്ടികളുടെ അച്ഛനായിരുന്നു ഞാനൊരു കച്ചവടക്കാരനായിരുന്നു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഭാര്യ ഒരു തുണിക്കടയിൽ ജോലി ചെയ്ത് വരികയായിരുന്നു. ചില വഴിവിട്ട സത്യങ്ങൾ തിരിച്ചറിയാൻ നമ്മൾ ഒത്തിരി വൈകിപ്പോവും. കടയുടെ മുതലാളിയുമായുള്ള ഭാര്യയുടെ അവിഹിത ബന്ധത്തിൻ്റെ കഥ ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി. ഒടുവിൽ ഞാൻ അറിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ കിട്ടിയതെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞു. അതെല്ലാം കണ്ട് ഒരു കൂസലും ഇല്ലാതെ എൻ്റെ 2 കുട്ടികളെയും ചേർത്ത് പിടിച്ച് അവൾ എന്നോട് പറഞ്ഞതെന്താണെന്നറിയോ? നിങ്ങൾ അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട, ഈ മക്കളടക്കം അയാളുടേതാണെന്ന്. കുടുംബം എന്നൊക്കെ പറഞ്ഞത് വലിയൊരു കണ്ണാടിക്കൂടെ എൻ്റെ സാറേ. കാണാനേ ഭംഗിയുള്ളൂ, പൊട്ടിത്തറന്നാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അങ്ങനെ തറന്നു പോയതാ സാറേ ഞാൻ. നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് ഭ്രാന്തനായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അതവൻ മുതലെടുത്തു. അവരിപ്പോ ആ തുണിക്കടക്കാരൻ്റെ കൂടെ താമസം. ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ലല്ലോ ജോസേ. ആ, ചില സംഭവങ്ങൾ അങ്ങനെയാണ് സാർ, കഥകളെക്കാൾ വിചിത്രമായിരിക്കും. നന്ദിയുണ്ട്, എനിക്ക് നിങ്ങളോട് എല്ലാവരോടും നന്ദിയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കുറച്ച് ആളുകൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അതിന് കാരണം ഈ പഞ്ചായത്ത് ഇലക്ഷൻ തന്നെയാണ്. നിങ്ങളെപ്പോലുള്ളവർ ഇനിയും വീടുകൾ കയറി ഇറങ്ങണം. ഈ പഞ്ചായത്തിൻ്റെ ഓണം കയറാൻ മൂലയിൽ ഇതുപോലെ ആരും സംസാരിക്കാനല്ലാതെ വിങ്ങി പൊട്ടിയിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും സാർ. അതിന് ഞങ്ങൾ നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്. നിങ്ങളെപ്പോലെ കഴിവുള്ളവർ ഇങ്ങനെ ഒളിച്ചിരുന്നാൽ പോരാ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ ജോസേ, ധൈര്യമായി രംഗത്തിറങ്ങും. നിങ്ങളെപ്പോലെയുള്ളവരെ ഞങ്ങൾക്ക് അല്ല, ഈ നാട്ടുകാർക്ക് ആവശ്യമുണ്ട്. പഴയതെല്ലാം മറക്കാം, നമുക്ക് ഒരുമിച്ചിറങ്ങാം. നമ്മുടെ നാടിന്റെ വികസനത്തിനായി നമുക്കൊന്നിച്ച് പോരാടാം ജോസേ. ആണോ? ഞാനീ കേൾക്കുന്നത് സത്യം തന്നെയാണോ? എങ്കിൽ ഞാൻ റെഡി. എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട മുറിപ്പാടുകൾ എൻ്റെ മനസ്സ് തന്നെ കിടക്കട്ടെ അല്ലേ? ഇന്നു മുതൽ ഞാനും നിങ്ങളുടെ കൂടെ കൂടാം.
എന്താ സമ്മതല്ലേ? എല്ലാവർക്കും സമ്മതം. എന്നാ നമുക്ക് ഒന്നിച്ചിറങ്ങാം. നമ്മുടെ ചിഹ്നമാല, നമ്മുടെ ചിഹ്നമാല, നമ്മുടെ ചിഹ്നമാല, നമ്മുടെ ചിഹ്നമാല. മെനഞ്ഞ മുടിയുടെ പിറകിൽ ചൂടാനിനിയൊരു പൂവും പതിരും ഇല്ല ഇല്ല. പേരില്ല വരം എന്നില്ല. വേദാന്ത പെരുവഴി പലതുണ്ടക്കാലത്തും ഇക്കാലത്തും. ഈ കാടേ കറുത്ത കാടേ കുറത്തിയുടെ മനസ്സില്ല മനമതു പൂവായി പൂങ്കഥയായി പറപാടേ ഇതുപാടേ. പൂമ്പാറക്കുന്നിൻ മുകളിലെ പൂക്കാത്തൊരു വെയിലത്തിന്നോ മഴയായും വഴിയായും മാറും കഥപാടേ.